കേരളത്തിലെ ചാനലുകൾ അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയുള്ളവരാണോ? അവർ ചോദിച്ചു സന്ദീപ് വാര്യരോട്, നിങ്ങൾ BJP-യുടെ നാവായിരുന്നു, BJP-യുടെ മുഖമായിരുന്നു. കേരളത്തിലെ ചാനൽ മുറികളിൽ വന്ന് സംഘപരിവാർ രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ മറന്നിട്ടില്ല, നിങ്ങളത് മാറ്റി പറയാണോ? അയാൾ കൊടുത്ത മറുപടിയിൽ ഞാൻ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് പറയുന്നു, അയാളുടെ നിലപാടുണ്ട്. ഞാൻ ആ പറഞ്ഞത് മുഴുവൻ വെറുപ്പിന്റെ ഫാക്ടറിയായ ഒരു പാർട്ടിയിൽ നിന്നാണ്. ഒന്നുകൂടി പറഞ്ഞു, എന്നെ കൊണ്ടത് പറയിപ്പിച്ചത് ഞാൻ വിശ്വസിച്ചിരുന്ന ആ പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ കോൺഗ്രസിന്റെ സാധാ അംഗമായി ചേരുന്നത്. ഇന്നിപ്പോ പിണറായി വിജയൻ സാദിഖലി തങ്ങളെ മെക്കിട്ട് കയറുന്ന എന്തിനാ? സന്ദീപ് വാര്യർ വന്നപ്പോ വീട്ടിൽ കയറ്റി, ചായ കൊടുത്തു, കയ്യിൽ പിടിച്ചു, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോയി എന്നാണ്. നിങ്ങൾ എന്താ പറയുന്നത്? ഒന്ന് മനസ്സ് പറയുന്നത്, ഒറ്റ BJP-കാരനും പാർട്ടി മാറരുത്. BJP-ക്ക് വോട്ട് ചെയ്യുന്നവൻ കാലാകാലം BJP-ക്ക് വോട്ട് ചെയ്യണം. എന്നാ BJP തോക്കുവോ? അവരുടെ കൂടെ നിൽക്കുന്നവർ, അവരുടെ രാഷ്ട്രീയം പറയുന്നവർ, ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വെറുപ്പ് സംസാരിച്ചവർ, അവരെ മാറ്റണം. പരിവർത്തനം വന്നാൽ കൂടെ നിർത്തണം, സംരക്ഷിക്കണം, ഉയരങ്ങളിലേക്ക് കൊണ്ടുവരണം. നാളെ ഒരാൾക്ക് ആ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ മാതൃകകൾ സൃഷ്ടിക്കണം. ഇന്ന് സന്ദീപ് വാര്യർ വരുമ്പോ പാണക്കാട്ട് തങ്ങൾ വീട് പൂട്ടി വെച്ചാലോ? സന്ദീപ് വാര്യരെ ചൂണ്ടിക്കാണിച്ചിട്ട് RSSന്റെ BJP-യുടെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ നിൽക്കുന്നവരോട് പറയും, കണ്ടോ, കയറ്റിയില്ല, മിണ്ടിയില്ല, കൂടെ കൂടിയില്ല എന്ന് വെച്ചാൽ ഇവിടുന്ന് പോയാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ നിങ്ങൾക്ക് വിലയില്ല. BJP-യിൽ നിന്ന് മരിച്ചോ? ഇതാണ് LDF പറയുന്ന രാഷ്ട്രീയം.